റോഡ് ട്രാൻസ്പോർട്ട് സുരക്ഷാ ബിൽ നടപ്പാക്കരുതെന്നാവശ്യപ്പെട്ട് ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത സമരസമിതി ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ പണിമുടക്ക് തുടരുന്നു. ഇന്നലെ അർദ്ധരാത്രി ആരംഭിച്ച പണിമുടക്ക് ഇന്ന് രാത്രി 12 മണി വരെ തുടരും. സംസ്ഥാനത്ത് KSRTCയും സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ റോഡ് ഗതാഗത സുരക്ഷാ ബില്ലിനെതിരെ മോട്ടോർ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന അഖിലേന്ത്യാ പണിമുടക്കിൽ സംസ്ഥാനം നിശ്ചലമായി. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി 12-ന് ആരംഭിച്ച് 24 മണിക്കൂർ നീളുന്ന സമരം പിന്നിട്ട മണിക്കൂറുകളിൽ സംസ്ഥാനത്തെങ്ങും പൂർണ്ണമായിരുന്നു. അതേസമയം തൃശൂർ പൂരം പ്രമാണിച്ച് തൃശൂർ ജില്ലയെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. KSRTC ബസ്സുകളടക്കം പൊതുഗതാഗത സർവീസുകളെല്ലാം സമരത്തിൽ നിശ്ചലമായി. ഓട്ടോ, ടാക്സി, ചരക്ക് വാഹന മേഖലയിലെ തൊഴിലാളികളും പണിമുടക്കുകയാണ്. സംസ്ഥാനത്തെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് പോലീസ് വാഹനങ്ങൾ സർവീസ് നടത്തിയതൊഴിച്ചാൽ ഏതാനും സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. പണിമുടക്കിനോടനുബന്ധിച്ച് ജില്ലാ കേന്ദ്രങ്ങളിൽ മോട്ടോർ തൊഴിലാളികൾ പ്രകടനവും ധർണയും നടത്തി. തിരുവനന്തപുരത്ത് AG's ഓഫീസിലേക്ക് നടന്ന മാർച്ച് മോട്ടോർ തൊഴിലാളി സംയുക്ത സമരസമിതി അഖിലേന്ത്യാ സെക്രട്ടറി KK ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. സമരത്തിന്റെ അവസാനമത് സമരത്തിന്റെ തുടക്കമാണ്. വീണ്ടും ഇത് പിൻവലിക്കാൻ പോകുന്നില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് റോഡ് ട്രാൻസ്പോർട്ട് രംഗമാകെ സ്തംഭിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും തൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്കിലേക്കാണ് നീങ്ങാൻ പോകുന്നത്. എല്ലാ കേന്ദ്ര ട്രേഡ് യൂണിയനുകൾക്കും സ്വതന്ത്ര ഫെഡറേഷനുകൾക്കും കീഴിലുള്ള മോട്ടോർ തൊഴിലാളി സംഘടനകൾ സംയുക്തമായാണ് പണിമുടക്ക് നടത്തുന്നത്. ലൈസൻസ്, രജിസ്ട്രേഷൻ, പെർമിറ്റ് എന്നിവ നൽകാനുള്ള അധികാരമടക്കം രാജ്യത്തെ പൊതുഗതാഗത സംവിധാന നിയന്ത്രണം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതിനുള്ള കേന്ദ്ര ബില്ലിനെതിരെയുള്ള തൊഴിലാളികളുടെ പ്രതിഷേധം പ്രതിഫലിക്കുന്നതായിരുന്നു പണിമുടക്ക്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.